ഹലോ, എല്ലാവർക്കും സ്വീഡി സോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മാർച്ച് 12 ഗൂഗിളിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗിഫ്റ്റൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പിന്നെ ഗൂഗിള് വാങ്ങിക്കാൻ വേണ്ടി വിഷ് ചെയ്യുന്നൊരു സാധനം സ്മാർട്ട് വാച്ചാണ്. അതിനുള്ള ബഡ്ജറ്റ് ഇപ്പം എനിക്കില്ല. അതുകൊണ്ട് ആ ഗിഫ്റ്റ് നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേയും കൂടിയാണ്. ഗൂഗിൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അതുകൂടെ തന്നെ എനിക്ക് സ്കൂളിലാക്കണം, എനിക്ക് വർക്കിന് പോകണം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമേ ഗൂഗിൾ വരുള്ളൂ. ഒരു 3:45 ആകുമ്പോഴേക്കും വരുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു മന്തിയും ഒരു കേക്കും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. ആദ്യകൂട്ടനാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വർക്കിന് പോയി വന്നിട്ട് വേണം എനിക്ക് ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ. പിന്നെ ഇന്നലെ ലൈറ്റായിട്ട് ഞാൻ ചെറിയൊരു പ്രാങ്ക് പോലെ, അതായത് കുറച്ച് അവോയ്ഡ് ചെയ്തൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ എന്താണെന്നറിയില്ല, എനിക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ മുതൽ മനസ്സിൽ ഭയങ്കര ഒരു ആദി കയറിയിരിക്കുകയായിരുന്നു. എന്തോ ഒരു ബാഡായിട്ടുള്ളത് വരാൻ പോകണോ എന്നുള്ളൊരു ഫീല്. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ഗൂഗിളിൽ കുറച്ച് അവോയ്ഡ് ചെയ്ത് കുറച്ച് മൈൻഡ് ചെയ്യാണ്ടിരിക്കണമെന്ന് ഞാൻ പ്രാങ്കായിട്ട് വിചാരിച്ചൊരു കാര്യം ഞാനത് റിയലായിട്ട് അങ്ങോട്ട് ചെയ്തു. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഉള്ളിൽ. എന്താണെന്നറിയില്ല, ഇടയ്ക്ക് എനിക്ക് ഗുരുവായൂരപ്പനായിട്ടുള്ള ആ കണക്ഷൻ ലോസ്റ്റ് ആവും. അതാണ് പ്രശ്നം. രാവിലെ എണീറ്റപ്പോഴും ഞാൻ അത്ര മൂടായിരുന്നില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതായിരിക്കും എന്നുള്ളൊരു രീതിയിലൊരു മെയിൽ ഞാൻ കണ്ടു. ഓക്കെ, അത് കൂടുതൽ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കി ഇന്ന് രാവിലെ കേട്ടോ. അപ്പം ഇതാണ്. അപ്പം ഇന്നലെ എനിക്ക് തോന്നിയ എന്തോ ഒരു ബാഡ് തിങ് കേൾക്കാനുണ്ട് എന്ന് തോന്നിയത് ഇതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ കുറച്ചും കൂടി അധികം മൂഡ് ഓഫായി. രാവിലെ ഗൂഗിളിൽ ഞാൻ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്തോളൂ. അതും ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് വലിയ കാര്യമായിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഗൂഗിളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു ദിവസം വേണമെങ്കിൽ എനിക്കിങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞ് മൂഡ് ഓഫായി ഇരിക്കാം. പക്ഷേ എന്തിനാ നല്ലൊരു ദിവസം കളയുന്നത്? ചിലപ്പോൾ നാളെ ഇപ്പം ഞാൻ വിഷമിക്കുന്നതിന് പകരമായിട്ട് നാളെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം വരും. പക്ഷേ ഈ ഒരു ദിവസം ഇനി അടുത്ത കൊല്ലല്ലേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിൽ സർപ്രൈസ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഗൂഗിൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ദാറ്റ് ഞാൻ ഗൂഗിളിന് വേണ്ടി ഇന്നിങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യുന്നുള്ള കാര്യം. കാരണം ഞാൻ അത്രയും മൂഡ് ഓഫ് ആയിരുന്നു രാവിലെ. പ്രാങ്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പക്ഷെ ഞാൻ ഭയങ്കര റിയലായിട്ടാണ് ചെയ്തത്. മീൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും അങ്ങനെയാണ് പെരുമാറാൻ എനിക്ക് തോന്നിയത്. ആദ്യകുട്ടനായിട്ട് രാവിലെ എനിക്ക് കുറച്ച് നേരം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡൊന്ന് ഫ്രഷായി. അപ്പോൾ ഞാൻ ആദ്യകുട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തൊരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ആദ്യം ആദ്യകുട്ടനെ സ്കൂളിൽ കൊണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് വർക്കിന് പോകണം. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ, എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കേക്ക് ഉണ്ടാക്കണം. ഒരു ഈസി ഓവൻ മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതുണ്ടാക്കണം, സെറ്റ് ചെയ്യണം. ഗൂഗിൾ വരുമ്പോഴേക്കും ആദ്യകൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ചെറിയ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കണം. ഡിപ്പെൻസ് ഓൺ എൻ്റെ വർക്കിൻ്റെ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യകൂട്ടനെ സ്കൂളിൽ കൊണ്ടുവന്നേക്കാം. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കേക്കിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം. അപ്പം ഷോപ്പിലെത്തിയിട്ടാണ് നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ. എൻ്റെ മയിൽ വാഹനം കാരണം എനിക്ക് ഭയങ്കര ഈസിയാണ്. ആരുമില്ലാന്ന് തോന്നണം. പോയിട്ട് സാധനങ്ങൾ ബാഗ് എടുക്കാം. നമുക്കിനി
പാലാണ് എടുക്കേണ്ടത്. പാല് ഈ വില്ലിസിൽ ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി വന്നു തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം എനിക്ക് ഇവിടുത്തെ സെഷൻസൊക്കെ പരിചയമായി വരുന്നേ. നോക്കട്ടെ, പാല് കിട്ടിയിട്ടോ. ഇനി ഇവിടുത്തെ ബേക്കിംഗ് സെഷനിലൊന്ന് പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല സാധനം കിട്ടുമോ നോക്കാം. അധികം മധുരം ഇഷ്ടമല്ല, ലൈറ്റ് മധുരമുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം, മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം നോക്കിയെടുക്കട്ടെ. ഇത് എടുത്തു കേട്ടോ. ദാർലയുടെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബില്ല് ചെയ്യാം. ആദ്യക്കുട്ടനെ കൊണ്ടുവന്നാക്കി വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വില്ലീസിലേക്ക് വന്നത്. ഇത് സെൽഫ് സ്കാനിങ് ആണ്. അതാകുമ്പോൾ നമുക്ക് ക്യൂ നിൽക്കണ്ട, വേഗം വരിക, സ്കാൻ ചെയ്യുക, ബില്ല് പേ ചെയ്യുക, പോരാ. നമ്മുടെ പേഴ്സണൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മെമ്പർഷിപ്പിൽ നമ്മൾ ലോഗിൻ ആവും. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ആ ഒരു റാക്കിൽ വെക്കണം. എന്നിട്ട് ഫുൾ ബില്ല് പേ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതെടുത്തിട്ട് കവറിലാക്കാൻ പാടുള്ളൂ. പേ ചെയ്തിറങ്ങിട്ടോ. ഈ ബർഗറിൻ്റെ ബണ്ണ് മാത്രം ബാഗിൽ വയ്ക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ വയ്ക്കാൻ പറ്റുമോ നോക്കാം. ബണ്ണ് ഇതേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഇപ്പോൾ മഞ്ഞും തണുപ്പൊക്കെ കുറവായ കാരണം അടിപൊളിയായിട്ടോ പോവാൻ. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് പാർക്കിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി. ഇത് എൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കിൽ പിള്ളേർ കളിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആ ടീച്ചറെ കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചതാണ്. കണ്ടോ കളിക്കുക. പക്ഷെ ആദ്യക്കുട്ടിനെ ഇതിലെവിടെയാണെന്നാവോ കേട്ടോ. സ്നോ ഒക്കെ പോയ കാരണേ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. ഇപ്പം ഇങ്ങോട്ട് എവിടെയാണാവോ കുഞ്ഞു തർപ്പൻ. അറ്റത്തെങ്ങാനും പോയി കളിക്കുന്നുണ്ടാവും. വീഡിയോ എടുത്തേക്കിന് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാനായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. കുറച്ച് വേസ്റ്റ് കളയുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പം സമയം 9:45 എനിക്കൊരു 11:30 പോയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി വയ്ക്കാം. അല്ലെങ്കിൽ വന്നിട്ട് പിന്നെ ഉണ്ടാക്കി ചൂടാറി ക്രീം തേക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് ആദ്യം വിചാരിച്ചു കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയിട്ട് ചിക്കൻ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പിന്നെ അതുകൊണ്ട് എന്നോട് പായസം കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പായസം വയ്ക്കാൻ ഞാൻ ആലോചിച്ചപ്പോൾ പാലടയുടെ മിക്സ് ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ഗൂഗിളിൻ്റെ പിറന്നാളിന് ഞങ്ങൾ പാലട വെച്ചതാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്താണ് വെർമിസില്ലി നമ്മുടെ സേമിയ ഇല്ല, അത് വാങ്ങിക്കാൻ ഇനി പോകാൻ നേരമില്ല. സാബൂനരി വെച്ചിട്ട് നമ്മുടെ ചോരിയില്ലേ, അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് തപ്പട്ടെ, അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കാം. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ഗ്രില്ല് ഓവനിലുള്ള ട്രേ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ പിന്നെ നടുകട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലാൻ പോലെ വരുമോ നോക്കാം. ഇതിപ്പോൾ ആവും. സൈഡിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാർബിൾ കപ്പ് കേക്കും കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ബേക്കായി കഴിയുമ്പോൾ ഇത് വെക്കണം. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ.
ചെറിയ പണി കിട്ടിയോ എന്നൊരു സംശയം. തിക്നെസ് ഭയങ്കര കുറവാണ്. എൻ്റെ പ്ലാൻ തെറ്റി. പക്ഷെ നോക്കാം, എങ്ങനെയെങ്കിലും സെറ്റാക്കിയല്ലേ പറ്റുള്ളൂ. ദേ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ്സിൽ അതാവും. പിന്നെ കേക്ക് ഉണ്ടാക്കലല്ല പാട്, പാത്രം കഴുകി വയ്ക്കാനാണ്. അതൊക്കെ കഴുകി വെച്ചു. ഡിഷ് വാഷറിൽ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാനൊരു ഗട്ട് ഫീലിങ്ങിൽ ഞാൻ അങ്ങോട്ട് കഴുകി. ദേ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം സമയം 11 മണിയാവണം. ഓ സോ ഫാസ്റ്റ്. ഇനി വേഗം മന്തി മസാല ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. പിന്നെ ഞാൻ കുറച്ച് സാബുനരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ? പായസം ഉണ്ടാക്കാൻ. അതൊരു മണിക്കൂറത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 11:15 ആകുമ്പോഴേക്കും അതെടുത്തിട്ട് വേവിച്ച് വയ്ക്കാം. അപ്പോൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പായസം ഉണ്ടാക്കാമല്ലോ. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ വർക്കിനൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ കേക്കൊക്കെ നല്ല ചൂടാറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവമേ ഗോകുൽ വരുമ്പോഴേക്കും തീരുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ അത്ര എക്സ്പേർട്ടല്ല ഈ ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും. ഞാൻ 1-2 തവണ ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്നും ഇതാകെ 3-ാമത്തെ തവണ എന്തോ ആണ് ഞാൻ ചെയ്യണത്. പക്ഷേ അത്യാവശ്യം നന്നായി തന്നെ വന്നു കേട്ടോ. കേക്കിനെ 4ആയി കട്ട് ചെയ്തിട്ട് ഞാൻ 4 ലെയറായിട്ടാണ് കേട്ടോ വെച്ചത്. ഒരു വിധത്തിൽ ഞാൻ സെറ്റാക്കി. ഒരു കണക്കിന് ഞാൻ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല അല്ലേ? ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഗൂഗിൾ വരാറാകുമ്പോൾ എടുത്ത് സെറ്റ് ചെയ്യാം. കേക്കിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കി പായസം റെഡിയാക്കാൻ പോയത് ഞാൻ സാബുനരി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുത്തുന്നതിന് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഫുൾ വെള്ളം. ഇതാണ് ധൃതിപ്പെട്ട് ചെയ്താലുള്ള പ്രശ്നം. ഞാൻ എന്നിട്ടേ കുറച്ച് സാബുവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് വെച്ചിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാം നമുക്കപ്പം. അതിനിടയ്ക്ക് വർക്കിന് പോയി വന്നു കേട്ടോ. 1.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് ഗോകുലിനെ വിളിച്ചിട്ടേ ഇല്ല. ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഡൗട്ട് അടിക്കും ഞാൻ വിളിയൊന്നും വരാണ്ടാവുമ്പോഴേ. അപ്പോൾ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ ഞാനൊരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കപ്പ് കേക്ക് ഞാൻ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പായസം റെഡിയാക്കി. പായസത്തിൽ സാബുനരി നമ്മൾ പാലിട്ട് കോരട്ടി വരും. എന്നാലും നമ്മുടെ പാലടയൊക്കെ ഒരു കളറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യക്കുട്ടന് ഇപ്പം നമ്മൾ പാലടയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലെ പാല് മാത്രം കുടിച്ചിട്ട് അടയൊക്കെ അവിടെ തന്നെ വയ്ക്കും. അവൻ ആ പാല് കുടിക്കുന്നതാണ് ഇഷ്ടം, ആ കുറുകിയ പാല്. അപ്പോൾ അവൻ എന്തായാലും ഇഷ്ടപ്പെടും. ഗോകുലിനും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ റൈസായി. അപ്പോൾ ഞാനത് വേറൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ അത് ഞാൻ സ്ലോ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവനിൽ തന്നെ. ഇനി 2:30 എനിക്കറിയില്ല, ഞാൻ പെട്ട് പടഞ്ഞു ശരിക്കും. 2:45 ആദ്യനെ വിളിക്കാൻ പോകണം. എന്നാലേ വന്ന് ആദ്യനെ ഫ്രഷാക്കി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞാനൊന്ന് ഫ്രഷായി ഗൂഗിൾ വരുമ്പോഴേക്ക് റെഡി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗൂഗിൾ എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. എന്നോട് നേരത്തെ വിളിച്ചപ്പോൾ കിച്ചൺ കാണിച്ചു തരാനൊക്കെ പറഞ്ഞു. ഇനി അവിടെ എന്താ ചെയ്യണേ, കിച്ചൺ കാണിക്കുന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കാം, എനിക്ക് വയ്യ ഇനിയിപ്പോൾ പോയി കിച്ചൺ കാണിക്കാനൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്. എന്നാലെന്തോ ഒരു ഗൂഗിളിനെ അറിയാം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. എന്നാലും
ഇത്രയും സാധനം ഞാൻ ഉണ്ടാക്കുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. നോക്കാം. അപ്പം ആദ്യനെ വിളിക്കാൻ പോയിട്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ വിളിച്ചു കേട്ടോ. പുറത്ത് കളിക്കായിരുന്നുണ്ട്. അപ്പോൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ആദ്യം വേമ്പ ആദ്യക്കിപ്പോൾ അച്ഛൻ്റെ കൂടെ കാറിന് പോണേക്കാൾ ഇഷ്ടം അമ്മയുടെ കൂടെ മൊപ്പടിന് പോണാണ് അല്ല അത് കൂട്ടാ. ആ മൊപ്പടുമ്പോൾ പോണാറാണ് കേട്ടോ. ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നത്. കയറി കഴിഞ്ഞാൽ നല്ല കുട്ടിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നോളും. അമ്മ വണ്ടി കയറാറ് അമ്മ വയ്ക്കാം. അപ്പം ശരി. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവട്ടെ. കോവിൽ ഒരുമിക്കും എന്നിട്ട് വേണം ടേബിൾ സെറ്റ് ചെയ്യാം. ചിക്കനും റൈസും കൂടി ഞാനൊരു ബിരിയാണി പൊട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒറ്റ അരിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല ജ്യൂസി ചിക്കൻ ആയിട്ടുണ്ട്. പുറമേയൊക്കെ നന്നായിട്ട് ഗ്രില്ലായിട്ട് ചിക്കൻ റെഡി. പായസം നെയ്യാണ് കേട്ടോ മേലെ ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല കുറുകിയ പായസം. ആ ആ അത് കുട്ടം കുളിക്കാൻ കറിയിട്ടുണ്ട്. ഞാനൊന്ന് കുളിപ്പിക്കട്ടെ. ഞാനത് കുട്ടനും ഫ്രഷായി ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ടി വിയിൽ ഹാപ്പി ബർത്ത്ഡേ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അത് കുട്ടൻ. ഞങ്ങളിത് ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കേക്കിന്റെ മേലെയാ. അതൊക്കെ ഞാൻ പറഞ്ഞത് പ്രമാണിച്ച് കേക്കിന്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. 9:45 റൂമിൽ വരാറായിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. ഈ വെയിറ്റിംഗ് പീരീഡാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ പെട്ടെന്ന് ഡോറിൻ്റെ നമുക്കിങ്ങനെ പുറത്തുള്ളത് കാണാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞി ഹോൾ ഉണ്ടാവില്ലേ, അതിലൂടെ നോക്കിയപ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തി വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൂഗിൾ വരുന്നുണ്ടെന്ന്. ഓടി വന്ന് എല്ലാം സെറ്റാക്കി വീഡിയോ എടുത്ത് നിന്നപ്പോണ്ട് അത് ഗൂഗിളല്ല. അതായത് ഗൂഗിൾ വരേണ്ട സമയമായിട്ടും ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേൾക്കണില്ല. അപ്പം ഞാനൊന്ന് പോയി നോക്കിയിരുന്നു കേട്ടോ, ഇത് ഇന്നെങ്ങനെ നടക്കുമെന്ന്. ഗൂഗിളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പെട്രോൾ അടിച്ചിട്ട് വരുള്ളൂ അത്ര, പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിയായിരിക്കും. ഞാൻ മെഴുകുതിരൊക്കെ എടുത്ത് വെച്ചു. കുടിച്ചോ, കളയാണ്ട് കുടിക്കണേ. അയ്യോ അച്ഛൻ്റെ വരാത്ത എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ. അടി വയറ്റിന്നൊരു കാളല് വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞ മനുഷ്യൻ. വേഗാവട്ടെ. അതും കൂട്ട അവിടെ ഇരിക്കും. മുറുക്കി
അച്ഛക്ക് വെച്ച് കൊടുക്കാതെ കൂട്ടാതെ എന്നൊരു പീസ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങൾ സർപ്രൈസ്. ഞങ്ങൾ വഴക്കിട്ടിരിക്കുകയാണെങ്കിലും ഗോകുല് വർക്കിന് പോയി കഴിഞ്ഞാൽ 3 തവണയെങ്കിലും വിളിക്കും കേട്ടോ. അത് ദേഷ്യത്തിലാണെങ്കിലും അത് വിളിക്കും, എന്താ ചെയ്യണേ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോകുലിന് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ഗൂഗിൾ മനസ്സിലായി ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് ഞാൻ ചെയ്യും എന്നുള്ളത്. ഞാനങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാറില്ല, എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ കൂടി ഒരുമിച്ച് വന്ന നിമിഷമായിരുന്നേ. ഗൂഗിൾ നല്ല ഹാപ്പി ആയിരുന്നു. ഗൂഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ മതി, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിനേക്കാളൊക്കെ ഗൂഗിളിൻ്റെ ഇഷ്ടം ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഞാനുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നതിലൊക്കെയാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷങ്ങൾ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഗൂഗിളിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്, ശരിക്കും ഗൂഗിളിൻ്റെ ബർത്ത്ഡേ വ്യാഴാഴ്ച ചെയ്യുന്നു, അതിന് പകരം അവർ ഏർലി ആയിട്ട് സൺഡേ 5 കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു. ആ ഫോട്ടോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗൂഗിളിൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്.